ഭഗവാൻ ഗീതോപദേശം നൽകിക്കൊണ്ട് ശക്തിയില്ലാത്തൊരുവൻ എങ്ങനെയാണോ ജീവിതമാകുന്ന സംഘർഷത്തിൽ, സംഘടന ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂമികയിൽ അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ, യുദ്ധം എന്ന് പറയുന്നത് ബിംബമായി സങ്കല്പിക്കണം. ഒരു കുരുക്ഷേത്ര തട്ടിൽ അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് സാക്ഷാൽ അർജുനൻ എനിക്കിനി വയ്യ ഭഗവാനെ എന്ന് പറഞ്ഞ് ഗാണ്ഡീവം തോളിൽ നിന്ന് താഴ്ന്നു പോകുന്നതായോ വീഴ്ന്നു പോകുന്നതായോ തേർത്തട്ടിൽ തന്നെ തളർന്നു വീണ് കർമ്മബൗഢ്യം ബാധിക്കുന്നതായോ നാം കഥയിൽ കാണുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനും നിങ്ങളുമെല്ലാം പ്രതിദിനം നമുക്ക് മുമ്പിൽ നിൽക്കേണ്ട നൂറുകണക്കിന് അല്ലെങ്കിൽ നമ്മൾ ആചരിക്കേണ്ടതായിട്ടുള്ള നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്യാൻ വയ്യാതെ അയ്യോ ഞാൻ എന്താ ചെയ്യുക എന്ന മട്ടിൽ നിൽക്കുമ്പോൾ അവിടെയാണ് സാക്ഷാൽ പാർത്ഥസാരഥിയുടെ അവതാര ഉദ്ദേശം പൂർണ്ണമാകുന്നത്. വലിയ ഒരു തേരും ആ തേരിനെ പിടിച്ചു നിൽക്കുന്ന 5 പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളും, ആ കുതിരകൾ ചേർന്ന് നിൽക്കുന്ന കടിഞ്ഞാൺ എന്ന് പറയുന്ന 6ാം ഇന്ദ്രിയമാകുന്ന മനസ്സും, തേർ എന്ന് പറയുന്ന ക്ഷേത്ര സങ്കല്പവും, ആ ക്ഷേത്രത്തിന്റെ തേരാളിയായി തന്നെ നിൽക്കുന്ന ബിംബസങ്കല്പം അഥവാ ഭഗവാന്റെ സങ്കല്പവും ആലോചിച്ചു നോക്കിയാൽ ഭാരതീയത എന്നും എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന പാഠം കഥയിലൂടെ കാര്യം പറഞ്ഞു തരികയാണ്. അപ്പൊ ഗംഭീരമായിട്ടുള്ള വേദങ്ങളാകട്ടെ ഉപനിഷത്തുകളാകട്ടെ അതിഗംഭീരമായിട്ടുള്ള ജീവിതത്തിന്റെ ദർശനങ്ങൾ പറയുമ്പോൾ നമ്മളെയൊക്കെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാക്കാത്തവർക്ക് അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ കഥാരൂപേണ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആദ്യം കഥയെന്ന് മനസ്സിലെടുക്കുക. ഈ കഥ മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അകത്തിരുന്ന് ഇതിന്റെ മനനം നടത്തുക. ഈ മനനം നടത്തുമ്പോൾ അകത്ത് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്താണോ ആ ധർമ്മം, ആ ന്യായം, ആ നീതി, ആ സത്യം സമ്പൂർണമായി നമുക്ക് ബോധ്യമാകും. ഇത് ബോധ്യമാക്കി തരുന്ന ധർമ്മമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഭഗവാനും ഭക്തനും ഒന്നാകുന്ന തരം നരനാരായണൻ എന്ന സങ്കല്പം. അർജുനൻ എന്ന് പറയുന്നത് തളർന്നു കിടക്കുന്ന ഒരാളാണെങ്കിൽ അർജുനന് യഥാർത്ഥത്തിലുള്ള മന്ത്രതുല്യമായിട്ടുള്ള ജീവിത ദർശനങ്ങൾ പറഞ്ഞുകൊടുത്ത് അവനെ നാരായണനായി മാറ്റുകയാണ് ചെയ്യുന്നത്.